ഓക്കെ. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചു. 4 ലെയറായിട്ട് കിട്ടി നമുക്ക്. ഇതിലാദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യണം. എനിക്കൊരു 14 ഇഞ്ചോളം, 14, 13.5 ഒക്കെ ആയിട്ട് മതി. അപ്പോൾ എന്തായാലും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 15 ഞാൻ മാർക്ക് ചെയ്തു. ഇനി അതേപോലെ എനിക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഷോൾഡറിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ച് എന്നുള്ളതിന് ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ് എടുക്കേണ്ടത്. പകുതി എന്ന നിലക്ക് 7 ഇഞ്ചാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ ബാക്കിൽ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. ഓക്കെ, 6 ഇഞ്ച് ഞാൻ ഷോൾഡറിന് കണക്കാക്കിയാണ് എടുത്തു. ഇനി അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് എൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 14 ഇഞ്ചാണ്. പക്ഷെ ഞാൻ അവിടുന്ന് താഴേക്ക് എടുക്കുന്നത് ഇതേപോലെ തന്നെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, കറക്റ്റ് 6 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. എന്നോട് വ്യക്തമാക്കി ഞാൻ കാണിക്കാം. ഇതാ 15 ഇഞ്ച് ഇറക്കം, അതേപോലെ ഷോൾഡർ 6 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോള് 6 ഇഞ്ചിൽ തന്നെ ആം ഹോളും എടുത്തിട്ടുണ്ട്. ഓക്കെ, ആം ഹോളൊന്ന് ലൈൻ ഇട്ടു ഇങ്ങനൊരു ബോക്സ് രൂപത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ 1.5 സെൻറ്റിമീറ്റർ ആണ് എടുത്തു കൊടുക്കുന്നത്. 1.5 സെൻറ്റിമീറ്റർ ആണ് ഷോൾഡറിൻ്റെ സ്ലോപ്പായിട്ട് കാണുന്നത്. ഓക്കെ, ഈ 1.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം, അതായത് 1/2 ഇഞ്ചും 1 പോയിന്റും ആയിട്ടാണ് കിട്ടുക. ആ ഒരു രീതിയിലാണ് ഞാൻ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കാണുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എല്ലാവർക്കും 1/2 ഇഞ്ചാണ്, എല്ലാവർക്കും 3/4 ഇഞ്ചാണ് എന്നുള്ളതല്ല. ആ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എത്ര വേണം എന്നതൊക്കെ മറ്റൊരു ഫോർമുല, നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ ഫോർമുലൊക്കെ അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്നുകിൽ 2 ഫോർമുലയാണ് അതിനുള്ളത്. ഒന്നുകിൽ നെക്കിൻ്റെ ലെങ്ത്ത് ഉപയോഗിച്ചിട്ട് ഈ ഫോർമുല കണ്ടെത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണം അനുസരിച്ചിട്ടും ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത്, ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഷോൾഡറിൻ്റെ ലെങ്ത്താണ്. ആം ഹോളിൻ്റെ ലെങ്ത്ത് വേണ്ടത് 14 ഇഞ്ചാണ്. അതായത് ആം ഹോളിൻ്റെ റൗണ്ടും 14 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ 14 ഇഞ്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക. കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കണ്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. നെഞ്ചിൻ്റെ വണ്ണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 9 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെഞ്ചിൻ്റെ വണ്ണം. ഓക്കെ, ഇനി ഞാനിവിടെ എന്താ പറയുക, കർവ് വരക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിക്ക് ഒരു പോയിന്റ് ഇടുന്നുണ്ട്. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു 1.5 ഇഞ്ച് എല്ലാവർക്കും 1.5 ഇഞ്ച് തന്നെയാണെന്നോ. എല്ലാവർക്കും 1.5 ബേസിക്കായിട്ട് എല്ലാവർക്കും 1.5 ഇഞ്ച് എടുക്കാം എന്നുള്ളതല്ലാതെ എല്ലാ അളവിൽക്കും നിങ്ങൾ 1.5 ഇഞ്ച് എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത്. അതിന് പല രീതിയിൽ മാറിയിരിക്കും. അതും കിട്ടാനൊരു ഫോർമുല ഉണ്ട്. 1 ഇഞ്ച് എടുക്കുന്നതും ചിലപ്പോൾ 3/4 ഇഞ്ചൊക്കെ ആയിട്ട് വരും ഈ ഒരു ഫോർമുല. ഓക്കെ, ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ കണക്ക് പ്രകാരം, ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ളത് 1.5 ഇഞ്ചാണ്. അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ച് എടുത്തു. ഇനി നമുക്കിത് കർവ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമ്മുടെ ആം ഹോളിൻ്റെ കർവ് ഉപയോഗിച്ചിട്ട് തന്നെ കർവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഹാൻഡ് കൊണ്ട് തന്നെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഇത് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞല്ലോ, ഈ ഒരു സെൻറ്ററിൽ ടച്ച് ചെയ്യണം. ഈ 3 ലൈനും കൂടി ഒരുമിച്ച് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയായിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരക്കാവുന്നതേ ഉള്ളൂ. അതിന് ആം ഹോൾ കർവിൻ്റെ ഫ്രഞ്ച് കർവിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടച്ച് ചെയ്തു, ഇതിലേക്ക് ടച്ച് ചെയ്തു, പിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വരച്ച ലൈന് കറക്റ്റ് 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് 14 ഇഞ്ചാണല്ലോ നമുക്ക് ആം ഹോൾ ഉള്ളത് വേണ്ടത്. ഈ ലൈൻ ഇവിടുന്ന് കറക്റ്റ് 14 ഇഞ്ചിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ജസ്റ്റ്
ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പോകണതാണ്. ഷോൾഡർ സ്ലോപ്പ് ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഒരു എന്താ പറയുക, ഒരു 4 ഇഞ്ച് താഴേക്കായിരിക്കും സ്റ്റിച്ച് വരാം എന്ന് കരുതി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേപോലെ 4 ഇഞ്ച് താഴ്ന്നു വരും. അതുകൊണ്ട് എന്താണ്, ഈ പോയിന്റിൽ നിന്ന് തൊട്ട് മേലുള്ള പോയിന്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്റ്റിച്ച് അവിടെ പോകുമല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റിച്ചിന്റെ ഭാഗത്തേക്ക് ഞാൻ ഇറക്കി അളവ് പിടിക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അതേപോലെ താഴേക്കും സ്റ്റിച്ച് പോകും. അതുകൊണ്ട് അത് ബാലൻസ് സെറ്റ് ആവും. പിടിച്ച് നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് നോക്കണം എന്നില്ല. കാരണം ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് കരുതിയിട്ടൊന്നും വലിയൊരു പ്രശ്നം വരില്ല. എങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയോ എന്നറിയാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റായി 7 ഇഞ്ചിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മാർക്ക് നെഞ്ചിൻ്റെ വണ്ണം വരുന്ന പോയിന്റ് ഇവിടെയാണ്. അവിടെ തന്നെ എനിക്ക് ആ ഒരു 7 ഇഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കറക്റ്റിൽ 7 ഇഞ്ച് കിട്ടില്ല, ചിലപ്പോൾ ഒരു 7.25 അല്ലെങ്കിൽ ഒരു 6.25 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയെന്ന് കരുതിയിട്ട് വലിയ പ്രശ്നം വരില്ല അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ അളവെടുക്കുമ്പോൾ നിങ്ങൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്നും നോക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് താഴേക്ക്. ഇനി വേണ്ടത് താഴത്തെ ലൈന് ഓക്കെയാക്കാം. 15 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ നെഞ്ചിൻ്റെ അളവ് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത്, വേസ്റ്റിൻ്റെ റൗണ്ട് എത്ര ഉണ്ടെന്ന്, ഷേപ്പിൻ്റെ റൗണ്ട് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനൊരു 7.5 ആയിട്ട് എടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ചിങ് മാർക്ക് ഇട്ടു. ഇനി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കാം. തയ്യൽ തുമ്പ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്രയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അത് ഞാൻ എടുത്തു. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാൻവാസിൽ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നില്ല, ഈ ക്ലോത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോത്തിൽ തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. വേറെ ബേക്കിലെ പീസാണ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തു. ഓക്കെ, ഇനി താഴെ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി വേണ്ടത്, സോറി, ഷോൾഡറിൻ്റെ സ്റ്റോപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഷോൾഡറിൻ്റെ സ്ലോപ്പും കട്ട് ചെയ്തു. ഇനി ആംഹോളാണ്, ആംഹോൾ കട്ട് ചെയ്തു. ഇത് നമ്മൾ മാർക്ക് ചെയ്ത നമ്മുടെ സ്റ്റിച്ചിങ് മാർക്കാണ്. ഇതാണ് കട്ടിങ് മാർക്ക്. അപ്പോൾ അത് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടി. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ടാണ്. ഓക്കെ, ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടി. ഇനി നല്ല ക്ലോത്ത് വെച്ചിട്ട് ഇത് വേറെ തന്നെ മുറിച്ച് മാറ്റിയെടുക്കാം.